ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും കേരളത്തിൻ്റെ ഏറ്റവും പരമ്പരാഗത വകുപ്പായ കശുവണ്ടി വികസനം എന്നുള്ളത് അതിന്ന് കൊല്ലം ജില്ലയിൽ അതിൻ്റെ ആസ്ഥാനമായ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ ചലഞ്ചസ് ഉള്ള 3 വകുപ്പുകളാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ളത്. അതിൽ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട കൊല്ലത്തിൻ്റെ എം ഇ പ്രേമേന്ദ്രനോട് ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് കാണുന്നുണ്ട് 4 മണിക്ക് ശ്രീമതി നിർമ്മലാ സീതാരാമനെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു റിവൈവൽ പാക്കേജ് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ അതൊരു സിക്ക് ഇൻഡസ്ട്രിയായി പ്രഖ്യാപിച്ച് അതിനുള്ള പാക്കേജ് വേണം എന്നുള്ളൊരു ആവശ്യവും മെമ്മോറാണ്ടം ഇന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓരോ വകുപ്പിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, നിങ്ങളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ കൂടുതൽ പറയാം. പക്ഷേ ഒരു കാര്യം ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, നാളത്തെ ലോകത്തിന് ആവശ്യമുള്ളത് എന്താണെന്ന് കണ്ടുകൊണ്ട് ആ നിലയിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഗവൺമെൻറ്റുകൾ, കേരളത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ പരിശോധിച്ചാൽ ആദ്യത്തെ ഗവൺമെൻറ് മുതൽ തൊട്ടടുത്ത കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് വരെ ഒരു അജണ്ടയിൽ അതേ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ആ അജണ്ടയുടെ എക്സ്റ്റൻഷനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഗവൺമെൻറ്റുകളിലൊന്ന് അച്യുതമേനോൻ മന്ത്രിസഭയായിരുന്നു എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ അച്യുതമേനോൻ മന്ത്രിസഭ മറ്റൊരു ഗവൺമെൻറ്റും അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. അതിനുശേഷം നമ്മൾ പഴയ പ്രതാപത്തിലാണ് നമ്മൾ ഈ കാലം അത്രയും മുന്നോട്ട്. ഇനിയിപ്പോൾ ആ പാറ്റേൺ മാറി ഈ കഴിഞ്ഞ 75 വർഷക്കാലമായി നമ്മൾ പിന്തുടരുന്ന പാറ്റേൺ മാറി ഒരു പുതിയ വ്യത്യസ്തമായ പാറ്റേണിൽ പോയാൽ മാത്രമേ കേരളത്തിന് ഇന്നത്തെ ആഗോള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന ഘടകങ്ങൾ, ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ്, ഗൾഫിലെ തൊഴിൽ മേഖലയിൽ മലയാളി എത്തുന്നത്, നമ്മുടെ എക്കോണമി മുന്നോട്ട് പോയത്, ഇതെല്ലാം മാറുകയാണ്. ഇന്ന് ഗൾഫിൽ നിന്ന് മാറി യൂറോപ്പിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുമ്പോൾ ഗൾഫിൽ പോയി ഒരു ലേബർ ക്യാമ്പിൽ നടന്ന് സമ്പാദിച്ച് കേരളത്തിലേക്ക് അയക്കുന്നത് മാറി. ഇന്നിപ്പോൾ യൂറോപ്പിൽ പോയി അവിടെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസിക്കേണ്ടതിലേക്ക് പോവുകയാണെങ്കിൽ നാട്ടിലുള്ളതുകൂടെ വിറ്റ് അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവിടെ ജീവിക്കാനൊക്കത്തുള്ളൂ. അന്നേരം ഈ പാറ്റേൺ എല്ലാം മാറുകയും തൊഴിൽ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അവിടെ ഞാനെന്ന് പറയട്ടെ, 2011-16 കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റിന് ഒരു മിനിസ്ട്രി, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ച് കേരളത്തിലാണ്. അതിനുശേഷമാണ് കേന്ദ്രത്തിൽ തന്നെ അന്ന് ശ്രീ രാജീവ് പ്രതാപ് റൂഡി ആദ്യത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററായി വന്നത്. അന്ന് നമുക്ക് പ്രത്യേകിച്ച് മോഡൽസ് ഒന്നും ഇല്ലായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സഞ്ചരിച്ചുകൊണ്ടാണ് ചില മോഡൽസ് കണ്ടെത്തിയത്. പക്ഷേ നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇന്ന മേഖലയിലേക്ക്, നിർമ്മാണ മേഖലയിലേക്ക് അയക്കാൻ സാധിക്കും, നഴ്സിംഗ് മേഖലയിലേക്ക് അയക്കാൻ സാധിക്കും, ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് അയക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുകൊണ്ടായിരുന്നു അന്ന് ഇത് ഡിവൈസ് ചെയ്തത്. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ഞാൻ അതേ കസേരയിലേക്ക് തിരിച്ചു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭയം തോന്നുകയാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. കുറച്ച് ചെറുപ്പക്കാർ എൻ്റെ മുമ്പിലേക്ക് ഒരു പ്രസൻറ്റേഷനുമായിട്ട് വന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ അടിസ്ഥാനപരമായ ഒരു എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ചെറുപ്പക്കാർ വന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പലപ്പോഴും പറ്റുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള മാറ്റങ്ങൾ ആണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. AI ഉൾപ്പെടെ AI വരിക, AI വന്നു. അന്നേരം ഇതിൻ്റെ ഒരു നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പരിശോധിച്ചാൽ ഈ മൊബൈൽ ഫോണിലെ സ്മാർട്ട് ഫോൺസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു കുതിച്ചുചാട്ടം. ഇൻ്റർനെറ്റ് അല്ല കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് മൈക്രോസോഫ്റ്റ് പോലും അവരൊരിക്കൽ തുറന്ന് പറയേണ്ടി വന്നു, ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. അവർ കമ്പ്യൂട്ടേഴ്സ് ഇതുമായി നിന്നതിൽ നിന്ന് ഈ ഒരു മാറ്റവും ഇവിടെ AI ആയി വർക്ക് ഫോഴ്സിൻ്റെ കുറവ് വരുന്നതും എക്സ്പെൻസീവ് വർക്ക് ഫോഴ്സ് ആയതുകൊണ്ട് ഇപ്പോൾ റോബോട്ട്സ്, നമ്മൾ ഈ ഗവൺമെൻറ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചാണ് കെയർ ഗിവേഴ്സിന് യൂറോപ്പിലേക്കുള്ള ഒരു ഏജ്ഡ് പോപ്പുലേഷൻ്റെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വലിയ ഡിമാൻഡുണ്ട്. ജർമ്മനിയിലടക്കം എല്ലായിടത്തും കെയർ ഗിവേഴ്സിൻ്റെ ഒരു വലിയ ഡിമാൻഡുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം
നമ്മുടെ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാണ് ഈ ചെറുപ്പക്കാർ വരുന്നതും ചൈന റോബോട്ട്സിനെ കെയർ ഗിവേഴ്സാക്കി മാറ്റിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു ഭാഗത്ത് നമ്മൾ പരമ്പരാഗതമായി കണ്ട തൊഴിലെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പുതിയ തൊഴിലിനുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തമാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള ITIs ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റിവ്യൂ നടത്തിയപ്പോൾ 2011-16 കാലഘട്ടത്തിൽ നമ്മൾ മുന്നിലായിരുന്നു. പക്ഷെ അതിനുശേഷം NCVT നടത്തുന്ന കോഴ്സുകൾ, പുതിയ കോഴ്സുകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരെണ്ണം പോലും കേരളത്തിൽ നടപ്പിലാകുന്നില്ല. AI അടക്കം എല്ലാത്തിലും NCVTയുടെ കോഴ്സുകളുണ്ട്. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ അതിലൊന്നും എങ്ങും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ്. അന്നേരം ഈ പറഞ്ഞതുപോലെ ഞാൻ ദീർഘമായി പോകുന്നില്ല. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മാത്രം പറയാം. കർഷകരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ സഹകരണത്തിൽ കൂടെ മാത്രമേ ഇതിന് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ളൂ. ഏതാനും ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഇന്നത്തെ വിഷയത്തിന് പരിഹാരം കാണാം എന്നുള്ള തെറ്റായ ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് കർഷകരുടെ വിഷയങ്ങൾ കൂടെ പരിഹരിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണം, അതിൻ്റെ ഒരു വലിയ ബോധവൽക്കരണവും യോജിച്ചുള്ള ഒരു നീക്കം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ കണക്കെടുത്താൽ 2700 കിലോമീറ്ററോളം സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. പക്ഷേ ഈ സോളാർ ഫെൻസിൻ്റെ പ്രശ്നം എന്താണ്? പല രീതിയിലുണ്ട്. ആനയെ ചവിട്ടിക്കളയുന്നുണ്ട്, മരം മറിക്കുന്നുണ്ട്, അതെല്ലാം. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ടുള്ള പ്രശ്നം എന്താണ്? താഴേന്ന് നമ്മുടെ പോലെ ഡെൻസ് വെജിറ്റേഷൻ ഉള്ള ഇതിൽ താഴേന്നൊരു പോച്ചയോ പുല്ലോ കിളിച്ച് കയറി കഴിഞ്ഞാൽ അന്നേരമേ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ ഈ 2700 കിലോമീറ്റർ ഈ സോളാർ ഫെൻസ് ഫോറസ്റ്റിൻ്റെ ഗാർഡുകൾ പോയി എല്ലാ ദിവസവും അല്ലെങ്കിൽ പോച്ച പറിച്ചിട്ടുണ്ടെന്നുള്ളത് അത് പ്രായോഗികമല്ല. ഞാൻ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഗവൺമെൻറ് അസറ്റ് ഇടും. അടുത്തൊരു അയൽക്കാരനുണ്ടല്ലോ, ഒരു നല്ല അയൽക്കാരനാണ്, നല്ല ബന്ധത്തിലാണെങ്കിൽ അയൽക്കാരൻ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് തന്നെ. എന്നിട്ട് ബാക്കി നമ്മൾ 12 ലാൻഡ്സ്കേപ്പ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വനാതിർത്തി എല്ലാം 12ആയി ഡിവൈഡ് ചെയ്ത് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാപ്പിൽ ഇപ്പോൾ തന്നെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ വർഷം തുടങ്ങി, ഈ വർഷമാണ് ബഡ്ജറ്റിൽ ആദ്യമായി ഏകദേശം 200 കോടി രൂപ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിച്ചു. അത് വെച്ചുകൊണ്ട് ഏറ്റവും ക്രിട്ടിക്കൽ പോയിന്റ്സിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആന പോലെ എനിക്കറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഈ സ്ഥാനത്ത് എത്തിയപ്പോഴാണ് ആനയുടെ ബുദ്ധിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. കാരണം നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്. AI ടൂൾസ് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇത് സോളാർ ഫെൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സോളാർ ഫെൻസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യത്തിന് ബാറ്ററി സ്റ്റോറേജിന് പ്രൊവിഷൻ കൊടുക്കാഞ്ഞതുകൊണ്ട് ഇത് വെളുപ്പാങ്കാലം ഒരു 3 മണി 4 മണിയാകുമ്പം ഇതിൻ്റെ വോൾട്ടേജ് കുറയും. എന്നിട്ട് ആന കൃത്യമായിട്ട് വന്ന് നിൽപ്പുണ്ട്. എൻ്റെ കാല് വെച്ച് ഇങ്ങനെ തട്ടി നോക്കും. ഇങ്ങനെ ഈ 3 മണി 4 മണി സമയമാകുമ്പം വോൾട്ടേജ് കുറവുള്ളെന്ന് കാല് വെച്ച് തട്ടി നോക്കിയിട്ട് ഒറ്റ ചവിട്ടാണ്. എയും പോയി, ടൂളും പോയി, എല്ലാം പോയി. ആന ഇപ്പുറത്ത് വരികയാണ്. കാരണം ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാനാണ് അതിന് തയ്യാറാക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഈ വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങും. ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നടപ്പിലാക്കി തുടങ്ങും. ഇതാണ് 3 വകുപ്പിനെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ബാക്കി കാര്യങ്ങൾ സംവാദിക്കാം നമുക്ക്.